പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വൺ വേർഡ് ആണ്. വൺ വേർഡ് എപ്പോഴും PSC പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് എളുപ്പത്തിൽ വൺ വേർഡ് ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ വെറുപ്പുമായി വരുന്ന വൺ വേർഡുകളുടെ എല്ലാ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിൻ്റെ തുടക്കത്തിലത്തെ ആദ്യത്തെ 3 അക്ഷരം എന്ന് പറയുന്നത് MIS ആണ്. MIS. ഹെയ്റ്റ് ഓർ ഡിസ്ലൈക്ക് എന്ന പദത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, MIS എന്നുള്ളൊരു വേർഡ് കോമൺ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അതിൽ നിന്ന് ഞാൻ എളുപ്പമാർഗത്തിലൊന്ന് പറഞ്ഞു തരികയാണ്. ഹെയ്റ്റർ ഓഫ് മാരേജ്, മാരേജുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന പദമാണ് മോണോഗ്യാമി, ബൈഗ്യാമി, പോളിഗ്യാമി. അപ്പം മാരേജിനെ വെറുക്കുന്ന ആളെ പറയുന്ന പേര് മിസോഗ്യാമിസ്റ്റ്. ആന്ത്രപ്പോളജി റിലേറ്റഡ് ടു മെൻ അല്ലെങ്കിൽ മാൻകൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ആന്ത്രപ്പോളജി. അപ്പം ഹെയ്റ്റർ ഓഫ് മാൻകൈൻഡ്, മിസാൻത്രോപ്പിസ്റ്റ്. അടുത്തത് ഹെയ്റ്റർ ഓഫ് വിമൻ. ഹെയ്റ്റർ ഓഫ് വിമൻ ഓർക്കാൻ എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈനക്കോളജി റിലേറ്റഡ് ടു വിമൻ ആണ്. അപ്പോൾ മിസോജിനിസ്റ്റ്, ഹെയ്റ്റർ ഓഫ് വിമൻ. ദെൻ ഹെയ്റ്റർ ഓഫ് ലേണിംഗ് ഓർ നോളജ്. നമുക്കറിയാൻ സാധിക്കും സ്കിന്നിനെ കുറിച്ചുള്ള പ്രധാനമായിട്ട് പറയുന്ന പഠനത്തിന് പറയുന്ന ഡെർമറ്റോളജി എന്നാണ്. ക്യാൻസർ ഓങ്കോളജി, മൗണ്ടൻ ഓറോളജി. അപ്പം മിക്ക പദങ്ങളും എൻഡ് ചെയ്യുന്നത് LOGYയിലാണ്. അപ്പം ഹെയ്റ്റർ ഓഫ് ലേണിംഗ് ഓർ നോളജ്, മിസോളജിസ്റ്റ്. ദെൻ ഇത് ഈ അടുത്തിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഹെയ്റ്റർ ഓഫ് ന്യൂ ഐഡിയ ഓർ തിങ്സ്, മിസോനിസ്റ്റ്. അതായത് ഒരു പുതിയ ഐഡിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെയോ വെറുക്കുന്ന ആളെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആളെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് മിസോനിസ്റ്റ്. ഇനി ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായി വരുന്നൊരു പദമാണ് സോംനാബുലിസ്റ്റും സോംനിലോക്കിസ്റ്റും. ഇത് പഠിക്കാനുള്ളൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ആദ്യം വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്. ശ്രദ്ധിക്കുക. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്. ടോക്കറ്റീവിന്, ടോക്കറ്റീവ് എന്ന വാക്കിന് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന 2 സിനോണിംസ് ആണ് ലൊക്കേഷ്യസ്, മറ്റൊന്ന് ഗ്യാരുലസ്. വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്, സോംനിലോക്കിസ്റ്റ്. ലൊക്കേഷ്യസ് എന്ന വാക്ക് ഓർത്തിരുന്നു കഴിഞ്ഞാൽ വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്, സോംനിലോക്കിസ്റ്റ്. ഇനി വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സോംനാബുലിസ്റ്റ്. അപ്പം ഇത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്യുക. ലൊക്കേഷ്യസ് എന്ന വാക്കിൽ നിന്ന് വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്, സോംനിലോക്കിസ്റ്റ്. ഇനി ഈ വാക്കുകളെല്ലാം ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന പദമാണ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തീയിസ്റ്റ്, എത്തീസ്റ്റ്, ആഗ്നോസ്റ്റ്, ബ്ലാസ്ഫമി. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വൺ ഹൂ ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവവിശ്വാസി, തീയിസ്റ്റ്. വൺ ഹൂ ഡസൻറ്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, എത്തീസ്റ്റ്. വൺ ഹൂ ഡൗട്ട്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ആഗ്നോസ്റ്റിക്. ഇത് അടുത്തിടയ്ക്ക് PSC പരീക്ഷകളിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. വേർഡ്സ് അട്ടേർഡ് ഇംപയസ്ലി അബൌട്ട് ഗോഡ് ഓർ ഇറവറൻസ് ഇൻ സ്പീക്കിംഗ് ഓഫ് സേക്രഡ് മാറ്റേഴ്സ്. അല്ലെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനമില്ലാതെ സേക്രഡ് മാറ്റേഴ്സിനെതിരെ സംസാരിക്കുന്നതിന് നമ്മൾ പറയുന്ന പദമാണ് ബ്ലാസ്ഫമി. ഇനി വൺ ഹൂ പ്രസന്റ് എവരിവെയർ, ഒമിനി പ്രസന്റ്. ഒമിനി എന്നുള്ള വാക്ക് ആദ്യം എഴുതിയിട്ട് വൺ ഹൂ പ്രസന്റ് എവരിവെയർ, ഒമിനി പ്രസന്റ്. എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കുന്ന ആള്. വൺ ഹൂ ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ, ഒമിനി പൊട്ടന്റ്. വൺ ഹൂ നോസ് എവരിത്തിങ്, ഒമിനീഷ്യന്റ്. വൺ ഹൂ ഈറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ഫുഡ്, ഓമിനിവോറസ്. ഈ 2 പദങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന പദമാണ്. പേഴ്സൺ ഹൂ ഈറ്റ്സ് ടു മച്ച്,
ആർത്തിയോടുകൂടി ഫുഡ് കഴിക്കുന്ന ആളെ, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ നമ്മൾ പറയുന്നത് ഗ്ലട്ടൺ എന്നാണ്. ആൻ എക്സ്പേർട്ട് ഇൻ ദ ചോയ്സ് ഓഫ് ഫുഡ്, ഫുഡ് ചോയ്സ് ചെയ്ത് തിരിച്ചറിഞ്ഞ് കഴിക്കുന്ന ആളെ നമ്മൾ പറയുന്നത് ഗോർമേ എന്നാണ്. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് റിക്കവറിംഗ് ഫ്രം ഇൽനെസ്, കോൺവാലിസൻസ്. എ പേഴ്സൺ ഹൂ ഈസ് എക്സസീവ്ലി വറീഡ് അബൌട്ട് ദെയർ ഹെൽത്ത്, വാലിറ്റ്യൂഡിനേറിയൻ. ഈ രണ്ട് പദവും തിരിഞ്ഞു പോകരുത്. ഒന്ന് ഇൽനെസ്സിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ആളെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന പദമാണ് കോൺവാലിസെൻറ്റ്. ദെൻ പേഴ്സൺ ഹൂ ഈസ് എക്സസീവ്ലി വറീഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലനായിരിക്കുന്ന ആളെ പറയുന്നത് വാലിറ്റ്യൂഡിനേറിയൻ. വൺ ഹൂ ഡൗട്ട്സ് എവറിത്തിങ്, എല്ലാത്തിനെയും സംശയത്തോടുകൂടി കാണുന്ന ആളെ നമ്മൾ സ്കെപ്റ്റിക് എന്ന് പറയും. വൺ ഹൂ ഡൗട്ട്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അഗ്നോസ്റ്റിക്കും, വൺ ഹൂ ഡൗട്ട്സ് എവറിത്തിങ് എന്ന് പറയുമ്പോൾ സ്കെപ്റ്റിക്കും എന്നാണ് പറയുന്നത്. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ്, മിസ് ഹാപ്പ്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന വൺ വേർഡ് എന്താണ്? മിസ് ഹാപ്പ് എന്നാണ്. പ്രിയ വിദ്യാർത്ഥികളെ, ഇത്രയും വൺ വേർഡ്സ് സ്ഥിരമായി PSCയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കാണുക. താങ്ക് യു.